ശ്രീ വിഷ്ണുനാഥ്, അനിൽകുമാറിന്റെ ഈ വാക്കുകൾ ഞാൻ ചോദിച്ച ചോദ്യവും അങ്ങ് കേട്ടെങ്കിൽ ആ മറുപടിയെ കുറിച്ച് എന്താണ്? ഈ കണക്കുമായി പൊരുത്തപ്പെടുന്നില്ല ഒരർത്ഥത്തിൽ പോലും. എന്താണ്? അന്ന് ഹൈക്കോടതിയിലാണ് സത്യവാങ്മൂലം നൽകുന്നത്, കണക്കുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ കൂടി അങ്ങേക്ക് ഈ വിഷയത്തെ എങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്? ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും പുറത്തുമെല്ലാം ഗവൺമെന്റും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിന് നയാ പൈസ ചെലവുള്ള ഒരു കാര്യമല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള വ്യവസായ പ്രമുഖന്മാരും ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളും എല്ലാം വന്നിട്ട് അവിടെ വലിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ, മാസ്റ്റർ പ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ ദേവസ്വം ബോർഡിന് നയാ പൈസയുടെ നഷ്ടമില്ല, എന്തിനാണ് പിന്നെ ഈ ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നത് എന്നുള്ളതായിരുന്നല്ലോ അന്നത്തെ മറുപടി. അതിന് നേരെ വിപരീതമായിട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വരികയാണ്. അപ്പൊ അത് ക്ലിയർ ആണ്. അത് ദേവസ്വം ബോർഡിന് ഈ 3 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ട്, ചെലവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് ഹൈക്കോടതിയോടും കേരളത്തിലെ ജനങ്ങളോടും നയാ പൈസ നഷ്ടമായില്ല എന്ന് പറഞ്ഞവർക്കാണ് മറുപടി പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു കാര്യം ഇപ്പൊ പറയുകയാണ്. അന്ന് പറഞ്ഞത് ശബരിമലയിലെ വികസനം, മാസ്റ്റർ പ്ലാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, ഇപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്ന 2 ഘട്ടങ്ങൾ, 2019, 2024 2 തവണയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ CPM നേതാക്കന്മാരായിട്ടുള്ള CN വാസുവും പത്മകുമാറും അടക്കമുള്ളവരും ഇപ്പോൾ പിന്നീട് പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവും തീരുമാനങ്ങളും വഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കൂടി ഈ സ്വർണം അവിടെ നിന്നും ചെന്നൈയിലേക്ക് എന്ന രൂപത്തിൽ വേറെ എവിടെയെല്ലാം കൊണ്ടുപോയി നമുക്ക് ആർക്കും അറിയില്ല. ഒരുപാട് വ്യവസായികളുടെ വീട്ടിലൊക്കെ പൂജ നടന്നു, സിനിമാ നടന്മാരുടെ വീട്ടിൽ വെച്ച് പൂജ നടന്നു എന്നൊക്കെ നമ്മളിപ്പോ വാർത്തകൾ കാണുന്നു, ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പോറ്റിയോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ പത്മകുമാറും വാസുവും പോറ്റിയും ഇതിന്റെ സ്വർണ്ണ കച്ചവടം നടത്തിയ ആളുകളും ഗോവർദ്ധനോ അങ്ങനെയൊക്കെയുള്ള ആളുകളും എല്ലാം ഇവരെല്ലാം ഒരുമിച്ച് ജയിലിൽ കിടക്കുകയാണ്. അത് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെയോ കോടതിയുടെയോ അറിവില്ലാതെയാണ്, അനുവാദമില്ലാതെയാണ് കോടതി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് ഈ സ്വർണം അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി എടുത്ത സമയത്തെ അടുത്തൊരു കേസും കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 3.4 കോടി രൂപ നമ്മൾ ഈ 5 കോടിയാണ് അന്ന് ഏകദേശം ഒരു നഷ്ടം അല്ലെങ്കിൽ ഇത് ചെലവാകുന്ന തുകയെന്ന് പറഞ്ഞെങ്കിലും 8 കോടി സംതിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ നഷ്ടം വരുന്ന കാര്യത്തിൽ ഇത് നികത്തേണ്ടതിന് ആരാണ്? കാരണം ഇവിടെ ഹൈക്കോടതിക്ക് മുൻപാകെ ഒരു സത്യവാങ്മൂലം നൽകുന്നു. അപ്പോൾ അതിന്റെ ഒരു ലംഘനം കൂടി ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ കോടതിക്ക് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൂടി ഒരു അന്വേഷണം നടത്തണം, അതിൽ കാര്യങ്ങൾ വ്യക്തമാകണം എന്ന് പറയേണ്ടി വരുമോ ഇതിപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ? ഉറപ്പായിട്ട് പറയേണ്ടി വരും. കാരണം ശബരിമലയുടെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പോലും ഉണ്ടാകുന്നതിന്റെ കാരണം ഈ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ നടന്നപ്പോഴാണല്ലോ ഇതുണ്ടായത്. അതുപോലെ തന്നെ കോടതിയിൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചും ചെലവിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ ഓഡിറ്റിന്റെ റിപ്പോർട്ടെങ്കിൽ അതിന് ദേവസ്വം ഭരണാധികാരികൾ കോടതിയോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. അത് മാത്രമല്ല, അത് വലിയ ദൂർത്തായിരുന്നല്ലോ. അവിടെ കസേരകൾ കാലിയായി കിടന്നു, ഭക്ഷണം അധികമായി. അങ്ങനെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം ഇവിടെ നമുക്കറിയാം, നമ്മുടെ പല ക്ഷേത്രങ്ങളും തിരുവിതാംകൂർ ശബരിമലയിലെ മാത്രമല്ല ശ്രീ വിഷ്ണുനാഥ്, ഒരു കാര്യം കൂടി, ഇത് സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് നേരിട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ താന്ത്രിക വിദ്യയുമായി ബന്ധപ്പെട്ടൊക്കെ അതുമായി ഇഴചേർന്നതാണ്. പക്ഷെ ഇതെന്താണ്, ഇതൊരു സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുറച്ചുകൂടി ബാധ്യത വരുന്ന ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് പരിശോധനയിലേക്ക് വരുമ്പോൾ അതിന്റെ ഗൗരവം കൂടി ഏറുന്നുണ്ടോ? തീർച്ചയായും താങ്കളുടെ ചോദ്യം വളരെ കറക്റ്റ് ആണ്, ശരിയാണ്. കാരണം മറ്റേതെല്ലാം അവിടെ നടന്ന സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ചേർന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ അന്വേഷണമാണ്. ഇത് ഗവൺമെന്റ് കൂടി മുൻകൈ എടുത്ത് നടത്തിയ ഒരു ആഗോള അയ്യപ്പ സംഗമമാണ്.
അപ്പൊ സ്വാഭാവികമായും അത് സംബന്ധിച്ച് കോടതിയോട് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നിരുന്നത് എന്ന് ഓഡിറ്റിന്റെ കണ്ടെത്തലുണ്ടായാൽ അത് വളരെ ഗുരുതരമാണ്, കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ്. ശരി, വളരെയധികം നന്ദി. ശ്രീ വിഷ്ണുനാഥ് MLA ആണ് പ്രതികരിച്ചത്.